വെൽക്കം ടു ഈസ് അക്കാഡമിക്സ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിഥുൻ രാജ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിന്റെ രണ്ടാമത്തെ ചാപ്റ്ററായ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന പോർഷനാണ്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എല്ലാം അപ്പോൾ തന്നെ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാനേജ്മെന്റ് എന്താണെന്നും മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് എന്താണെന്നും മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നും എല്ലാം പറഞ്ഞു. മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് ആയ പ്ലാനിങ് എന്താണെന്നും ഓർഗനൈസിങ് എന്താണെന്നും സ്റ്റാഫിങ്, ഡയറക്ടിങ്, കൺട്രോളിങ് അങ്ങനെ എല്ലാവിധ ഫംഗ്ഷൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സോ ആ വീഡിയോ കാണാത്തവർ ദയവേത് കഴിഞ്ഞ് ആ വീഡിയോ കാണുക. കഴിഞ്ഞ ശേഷം ഈ വീഡിയോ കാണുക. സോ നമുക്ക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന ഈ പോർഷനിലേക്ക് കടക്കാം. പ്രിൻസിപ്പിൾസ് അതായത് തത്വങ്ങൾ. എന്താണ് പ്രിൻസിപ്പിൾസ്? നമുക്കറിയാം എല്ലാ സബ്ജക്റ്റിനും അതിൻ്റെതായ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സയൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ അതിന് കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ ആ പ്രിൻസിപ്പിൾ പലരും നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. അതുപോലെ നമ്മുടെ മാനേജ്മെന്റിനും കുറെ പ്രിൻസിപ്പിൾസ്, അതായത് മാനേജ്മെന്റിനും പൊതുവായ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. എന്താണ് ഈ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രിൻസിപ്പിൾ ഈസ് എ ജനറൽ ഗൈഡ് ലൈൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതായത് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻ ആണ് എന്തെന്ന് പറയുന്നത്? പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ജനറൽ ഗൈഡ് ലൈൻ ആണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിൻസിപ്പിൾസ് വേഴ്സസ് ടെക്നിക്സ്. എന്താണ് പ്രിൻസിപ്പിൾസും മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും മാനേജ്മെന്റ് ടെക്നിക്സും തമ്മിലുള്ള ഡിഫറൻസ്? ഇപ്പം നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ തോന്നും മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും മാനേജ്മെന്റ് ടെക്നിക്സും ചിലപ്പോൾ ഒന്നാണെന്ന് തോന്നും. പക്ഷേ ഇത് രണ്ടാണ്. എന്താണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ജനറൽ ഗൈഡ് ലൈൻസ് ടു ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതായത് തീരുമാനങ്ങൾ എടുക്കാനുള്ള ജനറൽ ഗൈഡ് ലൈൻസ് ആണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. പക്ഷേ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ടെക്നിക്സ് ആർ ദ മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയർ ഫോർ അച്ചീവിംഗ് ഓർഗനൈസേഷൻ ഗോൾസ്. നമ്മൾ മാനേജ്മെന്റിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ മേക്ക് കഴിഞ്ഞ് എങ്ങനെ ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യണമെന്നുള്ള മെത്തേഡ്സും ടെക്നിക്സും പറഞ്ഞു തരുന്ന മെത്തേഡ്സും പ്രൊസീജിയറും പറഞ്ഞു തരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാനേജ്മെന്റ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അതുപോലെ ബാക്കിയുള്ള അതായത് ഇപ്പോൾ സയൻസുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനുള്ള ചില പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിളും സയന്റിഫിക് പ്രിൻസിപ്പിൾസും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രധാനമായും പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഒരിക്കലും റിജിഡ് അല്ല. സയൻസിന്റെ പ്രിൻസിപ്പിൾസ് എപ്പോഴും റിജിഡ് ആയിരിക്കും. അതേ കണക്ക് തന്നെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാൻ പറ്റുന്ന, അതായത് ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ഏതൊരു ആസ്പെക്ടിന്റെ രീതിയിലും അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷൻ അനുസരിച്ചും ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. പക്ഷേ സയൻസിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അത് സ്റ്റേറ്റ്മെന്റ് ചെയ്ത ഒരൊറ്റ ലോ ആയിരിക്കും. ആ ലോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരുത്താനൊന്നും കഴിയില്ല. ഫോർ എക്സാമ്പിൾ ലോ ഓഫ് ഗ്രാവിറ്റി. ഈ ലോകത്ത് എവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ലോ ഓഫ് ഗ്രാവിറ്റിക്ക് സിംഗിൾ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അതായത് ഒരേ റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. പക്ഷേ മാനേജ്മെന്റ് പ്രിൻസിപ്പിളിൽ അങ്ങനെയാണോ? അല്ല. സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് മാനേജ്മെന്റിന്റെ ഓരോ പ്രിൻസിപ്പിൾസിന്റെ വർക്കിംഗ് ലെവൽ എപ്പോഴും ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് നമുക്ക് പ്രധാനമായും പറയാനുള്ളത്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും സയന്റിഫിക് പ്രിൻസിപ്പിൾസും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് ഇതാണ്. അതായത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് റിജിഡ് അല്ല, പക്ഷേ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് റിജിഡ് ആണ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈഡ് ആസ് പെർ ദ സിറ്റുവേഷൻ ആണെങ്കിൽ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഇറ്റ് ഡസ് നോട്ട് വേരി ആസ് പെർ ദ സിറ്റുവേഷൻ. സയന്റിഫിക് പ്രിൻസിപ്പിൾസിന്റെ എല്ലാം എന്റെ റിസൾട്ട് ഒരേ കണക്കാണെങ്കിൽ മാനേജ്മെന്റ് റിസൾട്ട് എപ്പോഴും ഒരേ റിസൾട്ട് തന്നെ, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒരേ റിസൾട്ട് തന്നെ നമുക്ക് എപ്പോഴും തരണമെന്നില്ല. അപ്പൊ അതാണ് ഒരു കാര്യം പറയാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു, മാനേജ്മെന്റിന്റെ ടെക്നിക്സ് അതായത് പ്രിൻസിപ്പിളും ടെക്നിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു. അതേ മാനേജ്മെന്റ് പ്രിൻസിപ്പിളും സയന്റിഫിക് പ്രിൻസിപ്പിളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് മാനേജ്മെന്റിന്റെ പൊതുവായിട്ടുള്ള അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ പൊതുവായിട്ടുള്ള രണ്ട് ഡെഫിനിഷൻസ് ആണ്. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ രണ്ട് ഡെഫിനിഷനും. അതിൽ ഒന്നാമത്തത് ഹെർബർട്ട് ജി ഹിക്സ് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ ഗിവൺ ലോസ് ഫോർ മാനേജ്മെന്റ് ഇൻ ആക്ഷൻ. അതായത് ഒരു ഗിവൺ മാനേജ്മെന്റിന്റെ ആക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഗിവൺ ലോസ് ആണ് എന്ത്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. നേരത്തെ പറഞ്ഞു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഗൈഡ് ലൈൻ ആണെന്ന് പറഞ്ഞു. അതുപോലെ ഒരു ഗിവൺ ലോ അല്ലെങ്കിൽ ഗിവൺ ഗൈഡ് ലൈൻ ആണ് എന്ത്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ഹെർബർട്ട് ജി ഹിക്സ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് കൂട്സ് ആൻഡ് ഓർഡിനൽസ് എന്ന് പറഞ്ഞ അവരാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഡെഫിനിഷൻ കൂട്സ് ആൻഡ് ഓർഡിനൽസ്. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ഫണ്ടമെന്റൽ ട്രൂത്ത് ഫോർ ജനറൽ വാലിഡിറ്റി. ഒരു ജനറൽ വാലിഡിറ്റിക്ക് വേണ്ടിയുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ട്രൂത്ത്, അതായത് പൊതുവായ സത്യത്തെയാണ് എന്ത്? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതായത് ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വഴി നമുക്കൊരു ഓർഗനൈസേഷനിൽ പ്രോപ്പറായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാനും ആ ഓർഗനൈസേഷന്റെ ഗോൾസ് പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്യാനും അവിടുത്തെ റിസോഴ്സസിനെ എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ആ ഓർഗനൈസേഷന്റെ കോസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും നമുക്ക് സഹായിക്കുന്നു. അപ്പോൾ പൊതുവായി രണ്ട് ഡെഫിനിഷൻ ആണുള്ളത്. ഒന്ന് ഹെർബർട്ട് ജി ഹിക്സ് പറഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ ഗൈഡിംഗ് ലോസ് ഫോർ മാനേജ്മെന്റ് ഇൻ ആക്ഷൻ. അതായത് മാനേജ്മെന്റിന്റെ ആക്ഷൻ, അതായത് മാനേജ്മെന്റിനെ ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൈഡ് ചെയ്യുന്ന ജനറൽ ലോസിനെയാണ് എന്തെന്ന് പറയുന്നത് ഒരു ഡെഫിനേഷൻ പറയുന്നത്. രണ്ടാമത്തെ ഡെഫിനേഷൻ പറയുന്നത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ഫണ്ടമെന്റൽ ട്രൂത്ത് ഫോർ ജനറൽ
വാലിഡിറ്റി, ഒരു ജനറൽ വാലിഡിറ്റിക്ക് വേണ്ടിയ പൊതുവായ സത്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്നാണ് ഒരു ഡെഫിനേഷൻ പറയുന്നത്. ആരോഗ്യത്തിന്റെ ഗുഡ്സ് ആൻഡ് ഓർഡർമെന്റ്സ്. ആദ്യത്തെ ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത് ഹെർബർട്ട് സി ഹിക്സും, രണ്ടാമത്തെ ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത് ഗുഡ്സ് ആൻഡ് ഓർഡർമെന്റ്സ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. അതായത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ പൊതുവായ സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് അടുത്തായി പറയാൻ പോകുന്നത്. അതില് നിങ്ങളുടെ കാണാം മെയിൻലി 7 ഫീച്ചേഴ്സ് ആണ് മാനേജ്മെന്റിന്റെ നേച്ചർ ആയിട്ട് നമ്മൾ പറയുന്നത്. ഒന്ന് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി, 2 ജനറൽ ഗൈഡ് ലൈൻസ്, 3 ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ, 4 ഫ്ലെക്സിബിലിറ്റി, 5 ഇൻഫ്ലുവൻസ്ഡ് ഹ്യൂമൻ ബിഹേവിയർ, 6 കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പ്, 7 കണ്ടിജന്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ. ഇത് എന്തൊക്കെയാണ്? യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി, 2 ജനറൽ ഗൈഡ് ലൈൻസ്, 3 ഫോംഡ് ബൈ പ്രാക്ടീസ് ഓർ എക്സ്പെരിമെന്റേഷൻ, 4 ഫ്ലെക്സിബിലിറ്റി, 5 ഇൻഫ്ലുവൻസ്ഡ് ഹ്യൂമൻ ബിഹേവിയർ, 6 കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പ് ആൻഡ് 7 കണ്ടിജന്റ്. അപ്പോൾ ഇത്രയാണ്. ഇത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നേച്ചറിൽ നമ്മൾ ആദ്യം പറയുന്ന പോയിന്റ് ആണ് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി. അതായത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് യൂണിവേഴ്സൽ ആയിട്ട് ഈ ലോകം മുഴുവൻ എവിടെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏതൊരു ഓർഗനൈസേഷനിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് പ്രധാനമായി പറയുന്നത് these principles can be applied in all kind of organization and all kind of organization, but it vary according to the nature, scale of operation, etc. അതായത് പ്രധാനമായും നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് ഏതൊരു ഓർഗനൈസേഷനിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ അതിന്റെ വ്യാപ്തി എന്തനുസരിച്ചിരിക്കും ആ ഓർഗനൈസേഷന്റെ നേച്ചർ ഓഫ് ബിസിനസ്, അതായത് എന്ത് ടൈപ്പ് ബിസിനസ് ആണ് ആ ഓർഗനൈസേഷൻ ചെയ്യുന്നത്, അതുപോലെ അതിന്റെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ്. അതായത് അതിപ്പോൾ ലാർജ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പിൾസിന് ലാർജ് എമൗണ്ട് ഓഫ് ഇമ്പാക്ട് അല്ലെങ്കിൽ ലാർജ് പ്രിൻസിപ്പിൾസ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ഒരു സ്മോൾ സ്കെയിൽ ഓപ്പറേഷൻ ആണ് ചെയ്യുമെങ്കിൽ സ്മോൾ ലെവലിലുള്ള പ്രിൻസിപ്പിൾസ് മാത്രം നമുക്ക് അതിനകത്ത് അഡോപ്റ്റ് ചെയ്താൽ മതിയായിരിക്കും. അങ്ങനെ അത് ചേഞ്ച് ചെയ്യുന്നു. അതുപോലെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, ബിസിനസ് ഓർഗനൈസേഷൻസിൽ മാത്രമല്ല നോൺ ബിസിനസ് ഓർഗനൈസേഷൻസിലും നമുക്ക് എന്ത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. രണ്ടാമത്തെയാണ് ജനറൽ ഗൈഡ് ലൈൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒരിക്കലും ഒരു റെഡി സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പകരം കറണ്ട് ബിസിനസ് സിറ്റുവേഷൻസിനനുസരിച്ച് ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്, അതായത് ഡിസിഷൻസ് മേക്ക് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഗൈഡ് ലൈൻ മാത്രമാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഗനൈസേഷനിൽ ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് വേണം അത് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതിന്റെ റിസൾട്ട് നമുക്ക് വേരി ആയിരിക്കും. അതായത് ഇപ്പം ഞാൻ എന്റെ ഒരു ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ അതിന്റെ റിസൾട്ട് തന്നെ ആയിരിക്കണം എന്നില്ല മറ്റൊരു ഓർഗനൈസേഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുപോലെ അതിന്റെ റിസൾട്ട് എപ്പോഴും വേരി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഇപ്പൊ പറഞ്ഞു. ഒന്ന് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റിയും 2 ജനറൽ ഗൈഡ് ലൈൻസും. യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഈ ലോകം മുഴുവൻ ഏത് ബിസിനസ് ഓർഗനൈസേഷൻ ആയാലും നോൺ ബിസിനസ് ഓർഗനൈസേഷൻ ആയാലും നമുക്ക് ഈ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 2 ജനറൽ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒരിക്കലും ഒരു റെഡി സൊല്യൂഷൻസ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. പകരം അതെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു ജനറൽ ഗൈഡ് ലൈൻസ്, അതായത് നമ്മൾ റിസൾട്ടിലേക്ക് എത്താനുള്ള ഒരു ജനറൽ ഗൈഡ് ലൈൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുന്ന മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അതിന്റെ റിസൾട്ട് നമുക്ക് വേറെ ഓർഗനൈസേഷനിൽ അതേപോലെ കിട്ടണമെന്നില്ല, അത് വേരി ചെയ്യുന്നു. ഇതാണ് ആദ്യത്തെ 2 പോയിന്റ്. അടുത്ത നമ്മൾ പറയുന്നത് മൂന്നാമത്തെ പോയിന്റ് ആയ ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ ആണ്. ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെയുണ്ട്. പ്രാക്ടീസിലൂടെയും റെഗുലർ പ്രാക്ടീസിലൂടെയും എക്സ്പെരിമെന്റേഷനിലൂടെയാണ് എന്ത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു മാനേജറിന്റെ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എല്ലാം ഫോം ചെയ്തിരിക്കുന്നത് ഒരു മാനേജറിന്റെ പാസ്റ്റ് എക്സ്പീരിയൻസിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ വരുന്ന ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള പാസ്റ്റ് എക്സ്പീരിയൻസിലും അവിടെ എങ്ങനെ അപ്ലൈ ചെയ്തു അതെങ്ങനെ സോൾവ് ചെയ്യുന്നുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടും അവിടെ ആ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസിന്റെ എക്സ്പെരിമെന്റേഷൻ വെച്ചിട്ടായിരിക്കും എന്ത് ഫോം ചെയ്തിരിക്കുന്നത് ഈ പ്രാക്ടീസ് ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എല്ലാം ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്നത്. അടുത്തത് പറയുന്ന പോയിന്റ് ആണ് ഫ്ലെക്സിബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒന്നും റിജിഡ് അല്ല, പകരം ഫ്ലെക്സിബിൾ ആണെന്ന്. അതായത് പറയുന്ന പറഞ്ഞാൽ ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എല്ലാം നമുക്ക് ഏതൊരു ഓർഗനൈസേഷനിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ സൈസ് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ അതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആവണമെന്ന് പോലും ഇല്ല, ഒരു നോൺ ബിസിനസ് ഓർഗനൈസേഷൻ ആയാൽ പോലും നമുക്ക് അതിലെല്ലാം അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതാണ് ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ഓർഗനൈസേഷന്റെയും ആവശ്യകത അനുസരിച്ച് നമുക്ക് ഈ പ്രിൻസിപ്പിൾസിനെ എല്ലാം മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പോൾ എന്റെ ഒരു ഓർഗനൈസേഷന്റെ സിറ്റുവേഷൻ ആയിരിക്കത്തില്ല വേറൊരു ഓർഗനൈസേഷനിൽ, എന്റെ ഒരു ഓർഗനൈസേഷനിലെ ആംബിയൻസ് ആയിരിക്കത്തില്ല വേറൊരു ഓർഗനൈസേഷനിൽ. അതുപോലെ എന്റെ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസിനെ നമുക്ക് അതേപോലെ മോഡിഫൈ ചെയ്ത് വേറൊരു ഓർഗനൈസേഷനിൽ യൂസ് ചെയ്ത് നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്ത് ഓർഗനൈസേഷന്റെ ബെറ്റർ പെർഫോമൻസിലേക്ക് എത്താൻ പറ്റുന്നു. അതായത് ഒരു മാനേജറിന് തീരുമാനിക്കാം എങ്ങനെ ഈ ഓർഗനൈസേഷനിൽ ഈ പർട്ടിക്കുലർ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണമെന്ന്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും മാനേജറിന് പോസിറ്റീവ് റിസൾട്ട് മാത്രമായിരിക്കില്ല കിട്ടുന്നത്. ചിലപ്പോൾ ഈ മാനേജർ അപ്ലൈ ചെയ്തതോടെ അവർക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടുകയും ചെയ്യാം. അപ്പോൾ അത് വേരി ചെയ്യും. ഓർഗനൈസേഷന്റെ ആംബിയൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ നേച്ചർ അനുസരിച്ച് അത് വേരി ചെയ്യുന്നതാണ്.
അപ്പോൾ അതാണ് പോയിന്റ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എല്ലാം ഫ്ലെക്സിബിൾ ആണ്, അതായത് റിജിഡ് അല്ല. പകരം ഇത് നമുക്ക് മോഡിഫൈ ചെയ്ത് ഏതൊരു ഓർഗനൈസേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ മാനേജേഴ്സ് ക്യാൻ ബി ഡിസൈഡ് വാട്ട് ദ പ്രിൻസിപ്പിൾസ്, അതായത് എന്ത് പ്രിൻസിപ്പിൾ എവിടെ യൂസ് ചെയ്യണമെന്ന് പൊതുവായി മാനേജേഴ്സിന് തന്നെ തീരുമാനിക്കണം. അതാണ് 4ാമത്തെ പോയിന്റ് ഫ്ലെക്സിബിലിറ്റി. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് 5ാമത്തെ പോയിന്റ് ആയ ഇൻഫ്ലുവൻസ്ഡ് ഹ്യൂമൻ ബിഹേവിയർ എന്ന പോയിന്റാണ്. അതായത് ആ പോയിന്റിൽ തന്നെ ഉണ്ട് ഇൻഫ്ലുവൻസ്ഡ് ഹ്യൂമൻ ബിഹേവിയർ. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹ്യൂമന്റെ ബിഹേവിയറിനെ അനുസരിച്ചാണ്, അതായത് ഹ്യൂമന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിലെ പ്രധാനമായിട്ടുള്ള ഒരു മറ്റു ആൾക്കാരാണ് അവിടുത്തെ എംപ്ലോയീസ്. അതിൽ മാനേജേഴ്സും അവിടുത്തെ എല്ലാ ആൾക്കാരും പൊതുവായിട്ടുള്ള എംപ്ലോയീസും എല്ലാവരും പെടും. അപ്പോൾ ആ എംപ്ലോയീസിന്റെ ഹ്യൂമൻലി ബിഹേവിയറിനനുസരിച്ചിട്ട് വേണം ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇത് പ്രൊവൈഡ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ഓർഗനൈസേഷൻ വിത്ത് ദ മാനേജേഴ്സ്, അതായത് ഒരു ഓർഗനൈസേഷനും മാനേജ്മെന്റും തമ്മിലുള്ള ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് പ്രൊവൈഡ് ചെയ്യുന്നതിന് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് സഹായിക്കുന്നു. അതായത് ഒരു മാനേജറിന് അവിടുത്തെ ഓർഗനൈസേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ എംപ്ലോയീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ മിഷനറീസ് എന്തൊക്കെയാണ് എന്നിങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഒരു ഐഡിയ കിട്ടാനായിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു ബോധം ഉണ്ടാവാനായിട്ട് നമുക്ക് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് സഹായിക്കുന്നു. അതാണ് ആ പോയിന്റ്. അടുത്ത പോയിന്റ് പറയുന്നത് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. നമ്മൾ ഈ ചാപ്റ്ററിന് തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എപ്പോഴും ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ ഉണ്ടെന്ന്. അതായത് എന്ത് കോസിനും ഒരു എഫക്ട് കാണും. അതായത് ഇപ്പൊ ഞാൻ ഈ പ്രിൻസിപ്പിൾ ഈ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് അപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷനിൽ ഞാൻ ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇഫക്റ്റ് ആയിരിക്കും എനിക്ക് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിലൂടെ അറിയാൻ പറ്റുന്നു. അതായത് ഇപ്പൊ എന്റെ ഓർഗനൈസേഷനിൽ പെട്ടെന്ന് റോ മെറ്റീരിയൽസിന് വില കൂടി. ഞാനൊരു പ്രൊഡക്ഷൻ ഓർഗനൈസേഷനാണ് നടത്തുന്നത്. എന്റെ ഓർഗനൈസേഷനിൽ പെട്ടെന്ന് റോ മെറ്റീരിയൽസിന് വില കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു കോസ് ആണ്. അപ്പൊ അതിന്റെ ഒരു എഫക്റ്റ് ആയിട്ട് ഞാൻ ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു എഫക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്ന എന്താണ്? സ്വാഭാവികമായിട്ടും എന്റെ ഔട്ട്പുട്ട്, അതായത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്കും വില കൂടുന്നു. അപ്പൊ അതായിരിക്കും ആ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്ന വഴി നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള അതായത് ആക്യുറേറ്റ് ആയിട്ടുള്ള കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് കിട്ടില്ല. പകരം നമുക്ക് ഏതാണ്ട് ഒരു ചെറിയ രീതിയിൽ, അതായത് ഒരു ചെറുതായിട്ടെങ്കിലും നമുക്ക് ഇതായിരിക്കും ഇതിന്റെ റിസൾട്ട്, ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പിൾ ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും ഇതിന്റെ റിസൾട്ട് എന്ന് എനിക്ക് അറിയാൻ പറ്റുന്ന ഒരു ഇതാണ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് കണ്ടിജന്റ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ കണ്ടിജന്റ്. കണ്ടിജന്റ് എന്ന് പറയുമ്പോൾ അതായത് സിറ്റുവേഷൻസ് അനുസരിച്ച് ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഓർഗനൈസേഷനകത്ത് ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് ആയിരിക്കത്തില്ല മറ്റൊരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പം എന്റെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് പോലെ ആയിരിക്കത്തില്ല മറ്റൊരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്റെ ഓർഗനൈസേഷൻ അപ്ലൈ ചെയ്ത് ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ആയിരിക്കില്ല നമ്മൾ അതേ പ്രിൻസിപ്പിൾ അതേ രീതിയിൽ മറ്റൊരു ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. എന്റെ ഓർഗനൈസേഷനിൽ നമ്മൾ ആ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് പോസിറ്റീവ് റിസൾട്ട് കിട്ടുവാണെങ്കിൽ മറ്റൊരു ഓർഗനൈസേഷൻ ആ പോസിറ്റീവ് റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയാണ് സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്തതനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് അത് ഒരിക്കലും അതാണ് പറയുന്നത്, അത് ഒരിക്കലും ആക്യുറേറ്റ് ആയിരിക്കില്ല. അതായത് നമുക്ക് ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നമുക്ക് നമ്മുടേതായ രീതിയിൽ മോഡിഫൈ ചെയ്തിട്ട് വേണം ഓരോ ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യാൻ. അതാണ് എന്ത് പറയുന്നത് കണ്ടിജന്റ് എന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇപ്പൊ 7 പോയിന്റ് പറഞ്ഞു. ഒന്നാമത്തെ പോയിന്റ് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി. യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പൊതുവായി ഈ ലോകത്ത് എവിടെയും ഏതൊരു ഓർഗനൈസേഷനിലും അതിന്റെ സ്കെയിൽ അനുസരിച്ച് അതിന്റെ സ്കെയിലോ വർക്കിംഗ് ഹാബിറ്റോ ഒന്നും വയ്ക്കാതെ നമുക്ക് ഏതൊരു ഓർഗനൈസേഷനിലും ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നമുക്ക് അപ്ലൈ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാനാണ്. രണ്ടാമത്തെ പറയുന്നത് ജനറൽ ഗൈഡ്ലൈൻസ്. ഒരിക്കലും ഒരു റെഡി സൊല്യൂഷൻ ഒരു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പ്രോബ്ലങ്ങൾക്കുള്ള റെഡി സൊല്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പകരം അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഒരു ജനറൽ ഗൈഡ് ലൈൻ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡ് ലൈൻ, എങ്ങനെ നമുക്ക് ഇതിനെ തരണം ചെയ്യാം എന്നുള്ളൊരു ഗൈഡ് ലൈൻ ആണ് പ്രൊവൈഡ് ചെയ്തത്. മൂന്നാമത്തെയാണ് ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ നമ്മൾ പറഞ്ഞു അത് ഫോം ചെയ്തിരിക്കുന്നത് പ്രാക്ടീസിലൂടെ, നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെയും പാസ്റ്റ് എക്സ്പീരിയൻസിലൂടെയും ആയിരിക്കും. പഴയ മാനേജേഴ്സിന്റെ അല്ലെങ്കിൽ പഴയ ആൾക്കാരുടെ എക്സ്പീരിയൻസിൽ പഴയ മാനേജേഴ്സിന്റെ എക്സ്പീരിയൻസ് ചെയ്യണം ഈ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്ക് ഇത് അപ്ലൈ ചെയ്ത് മാറ്റാം എന്ന എക്സ്പീരിയൻസിൽ നിന്ന് കൂടി ആയിരിക്കും എന്ത് ഫോം ചെയ്തത്? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഫോം ചെയ്യുന്നത്. അടുത്ത പറയുന്നത് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് എന്താണ്? ഇത് എപ്പോഴും റിജിഡ് ആയിരിക്കില്ല. പകരം ഈ കാര്യങ്ങളെല്ലാം ഫ്ലെക്സിബിൾ, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എല്ലാം ഫ്ലെക്സിബിൾ ആയിരിക്കും. എനിക്ക് എന്റെ ഓർഗനൈസേഷനിൽ എനിക്ക് ഈ പ്രിൻസിപ്പിൾ എങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ വളച്ചു പിടിച്ചുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും എന്റെ സിറ്റുവേഷന് മാച്ച് ചെയ്യുന്ന രീതിയിൽ എനിക്ക് ഈ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത പറയുന്നത് ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ. നമുക്കറിയാം മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എല്ലാം വരുന്നത് ഹ്യൂമനെ ബേസ് ചെയ്ത് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ബേസ് ചെയ്തിട്ടാണ് ഓരോ പ്രിൻസിപ്പിളും നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം എന്താണ് പറയുന്നത്? ഇൻഫ്ലുവൻസർ ഹ്യൂമൻ ബിഹേവിയർ. അതായത് അവിടുത്തെ ഓർഗനൈസേഷനിലെ മാനേജറിന് ആ ഓർഗനൈസേഷൻ എന്താണെന്നും അവിടെ വർക്ക് ചെയ്യുന്ന ഹ്യൂമൻസ് എങ്ങനെയാണെന്നും അങ്ങനെ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ഒരു ഗൈഡ് ലൈൻ കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഇൻഫ്ലുവൻസർ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത്. അടുത്തത് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്.
എന്താണ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്? കോസ് ആൻഡ് എഫക്ട് നമ്മൾ പറഞ്ഞു, എപ്പോഴും ഒരു കോസിന് ഒരു എഫക്ട്, അതായത് ഞാൻ ഈ പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എഫക്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് പ്രോപ്പർ ആയിട്ടൊരു ബോധം തരാൻ വേണ്ടിയിട്ട്, ആക്യുറേറ്റ് ആയിരിക്കില്ല, പകരം ഒരു ഏതാണ്ട് പോലെ ഒരു ബോധം തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അടുത്ത പറയുന്നത് കണ്ടീജന്റ് ആയിരിക്കും. സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മുടെ ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് വേരി ചെയ്തുകൊണ്ടിരിക്കും, അതിന്റെ സ്വഭാവം വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ എന്റെ ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ആയിരിക്കില്ല മറ്റൊരു ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടീജന്റ് ആണ്. ഇത് ഓർഗനൈസേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈ പ്രിൻസിപ്പിൾസ് മാറ്റാൻ പറ്റുന്നതാണ്. അതാണ് ഇതിന്റെ പൊതുവായിട്ടുള്ള നേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ സിഗ്നിഫിക്കൻസ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ എന്തുകൊണ്ട് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ എന്തിനാണ് ഇതുപോലുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജേഴ്സ് പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് അവിടെ ഓർഗനൈസേഷനിൽ ഓപ്പറേഷൻസ് നടന്നാണ് ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് സിഗ്നിഫിക്കൻസിലേക്ക് കടക്കാം. ആദ്യത്തെ പോയിന്റ് ആണ് പ്രൊവൈഡ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ്സ് ഇൻ ടു റിയാലിറ്റി. അതായത് മാനേജേഴ്സിന്, അതായത് റിയൽ ലൈഫ് പ്രോബ്ലംസിനോട് കണക്ട് ചെയ്ത് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് പറയുന്നത് പ്രൊവൈഡിങ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി. അതിൽ പറയുന്നതാണ് മാനേജേഴ്സ് കറക്റ്റ് ആയിട്ടുള്ള, അതായത് സൗണ്ട് ആയിട്ടുള്ള എന്ത് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്യാനോ, അല്ലെങ്കിൽ അവരെടുക്കുന്ന ഡിസിഷൻസ് ഓർഗനൈസേഷന്റെ ബെസ്റ്റ് ഡിസിഷൻസ് ആയിട്ടും അത് ആക്യുറേറ്റ് ആയിട്ട് ഓർഗനൈസേഷൻ പെർഫെക്റ്റും ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ അവർ സഹായിക്കുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, പ്രൊവൈഡ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ്സ് ഇൻ ടു റിയാലിറ്റി. അപ്പോൾ അതേ കണക്ക് തന്നെ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഓർഗനൈസേഷനിൽ മാനേജേഴ്സ് എടുക്കുന്ന ഈ റിയൽ ലൈഫ് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് മാനേജേഴ്സ് എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഡിസിഷൻസ് ചിലപ്പോൾ തെറ്റിപ്പോകാറുണ്ട്. ഈ തെറ്റിപ്പോകുന്ന ഡിസിഷൻസും ചിലപ്പോൾ ഓർഗനൈസേഷന്റെ എക്സ്റ്റൻഷന് വരെ കാരണമാകുന്ന ഡിസിഷൻസ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് പ്രോപ്പർ ആയിട്ടും സൗണ്ട് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് മാത്രമേ ഒരു മാനേജറിന് ആ ഓർഗനൈസേഷനിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, പ്രൊവൈഡ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി. റിയൽ ലൈഫ് സിറ്റുവേഷൻസിനെ ആയിട്ട് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനെ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ സഹായിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് പറയുന്നതാണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് ഒരുപാട് റിസോഴ്സസിന്റെ ബേസ് ചെയ്താണ്. ഇപ്പം നമുക്ക് ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ട്, അതുപോലെ ഇപ്പം ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്, അതുപോലെ ഒരുപാട് ടൈപ്പ് ഓഫ് റിസോഴ്സസ് ഉണ്ട്. അപ്പം ഈ റിസോഴ്സസിന്റെ എല്ലാം ഒപ്റ്റിമം ആയിട്ടുള്ള യൂട്ടിലൈസേഷന് ഹെൽപ്പ് ചെയ്യും എന്ത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. അതുപോലെ ഓർഗനൈസേഷനകത്ത് ഇപ്പോ ഹ്യൂമൻ റിസോഴ്സസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മെറ്റീരിയൽ റിസോഴ്സസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ റിസോഴ്സസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ എല്ലാം എങ്ങനെയാണ് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നൊരു ഐഡിയ നമുക്ക് ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നു. അത് എന്തിനു സഹായിക്കുന്നു? These can be used to improve the overall productivity of the organization. ഇതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നതിലൂടെ ഒരു ഓർഗനൈസേഷന്റെ ഒപ്റ്റിമം പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ബെസ്റ്റ് പ്രൊഡക്ടിവിറ്റിയിലേക്ക് എത്താൻ സഹായിക്കുന്നു. നമുക്ക് ഒന്നുകൂടെ പറയാം, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനകത്തുള്ള എല്ലാ റിസോഴ്സസിനെയും പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്യാനും അത് മോണിറ്റർ ചെയ്ത് ആ റിസോഴ്സിന്റെ ഒപ്റ്റിമം പോയിന്റിലേക്ക് അല്ലെങ്കിൽ അത് ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന പോയിന്റിലേക്ക് എത്തിക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് എന്ത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷനകത്ത് ഞാൻ പറഞ്ഞു മാനേജ്മെന്റും പീപ്പിൾസും തമ്മിൽ എപ്പോഴും ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. ആ മാനേജ്മെന്റും പീപ്പിൾസും തമ്മിൽ ഒരു ഓപ്പൺ മൈൻഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഓപ്പൺ കോർഡിനേഷൻ ഉണ്ടായാലേ ആ ഓർഗനൈസേഷൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെയുള്ള പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ പ്രിൻസിപ്പിൾസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വഴി എങ്ങനെ ഓർഗനൈസേഷനിലെ മാനേജേഴ്സും എംപ്ലോയീസും തമ്മിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവരുടെ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നു. യൂട്ടിലൈസേഷൻ റിസോഴ്സസ് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ മാനേജ്മെന്റിന്റെ അഡ്മിനിസ്ട്രേഷൻ പ്രോപ്പർ ആക്കാനും എന്ത് സഹായിക്കുന്നു? മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് നമ്മളെ സഹായിക്കുന്നു. സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിലെ മൂന്നാമത്തെ പോയിന്റ് ആണ് നമ്മൾ പറയുന്നത് സയന്റിഫിക് ഡിസിഷൻസ്. എന്താണ് സയന്റിഫിക് ഡിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷൻസിന്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷൻസുമാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ആ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ എപ്പോഴും ഫാക്ട്സും ഫിഗേഴ്സും വെച്ചിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതാണ് പറയുന്നത് ഈ ബൈ അപ്ലൈയിങ് ദീസ് പ്രിൻസിപ്പിൾസ് ഇൻ ടു റിയൽ ലൈഫ് സിറ്റുവേഷൻസ്
we can accurately determine the facts and figures inside the organization. ഓർഗനൈസേഷനിനകത്തുള്ള എന്തൊക്കെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ് നമുക്ക് കറക്റ്റായി ഡിറ്റർമൈൻ ചെയ്യാൻ സഹായിക്കുന്നത്. അതുപോലെ ഈ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ പ്രിൻസിപ്പിൾ വെച്ച് എന്തൊക്കെ ഇഫക്റ്റ് ഓർഗനൈസേഷനിൽ ഉണ്ടായി എന്ന് നമുക്ക് കൃത്യമായി മെഷർ ചെയ്യാനും ഇത് സഹായിക്കുന്നു. അതുപോലെ ബയസ് ഫ്രീ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ പ്രിൻസിപ്പിൾസ് സഹായിക്കുന്നു. ബയസ് ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർതിരിവില്ലായ്മ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറഞ്ഞും നിൽക്കാതെ ഒരു ഓർഗനൈസേഷന് വേണ്ടുന്ന ഒപ്റ്റിമം ആയിട്ടുള്ള, അതായത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ നമുക്ക് ഈ പ്രിൻസിപ്പിൾ കൊണ്ട് സഹായിക്കുന്നു. അതുപോലെ ഓർഗനൈസേഷന്റെ പെർഫോമൻസിനെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും നമുക്ക് ഈ പ്രിൻസിപ്പിൾ കൊണ്ട് സഹായിക്കുന്നു. അതാണ് പറഞ്ഞത് സയന്റിഫിക് ആയിട്ടുള്ള ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ, അതായത് സയന്റിഫിക് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ ഓർഗനൈസേഷൻ സഹായിക്കും എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനിലെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെ വെച്ച് ഡിസിഷൻസ് മേക്ക് ചെയ്ത് ആ ഡിസിഷൻസ് എത്രമാത്രം ഓർഗനൈസേഷനിൽ ഇഫക്റ്റീവ് ആണെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ്, അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു തിങ് ആണ് എന്തെന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നാലാമത്തെ പോയിന്റ് ആണ് മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെന്റ് റിക്വയർമെന്റ്സ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ പറഞ്ഞു ഈ പ്രിൻസിപ്പിൾസ് എല്ലാം മോഡിഫയബിൾ ആണെന്ന്. ഒരു ഓർഗനൈസേഷൻ എപ്പോഴും, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എപ്പോഴും ഡൈനാമിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കും, ഒരിക്കലും സ്റ്റാറ്റിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കത്തില്ല. ഈ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഡൈനാമിക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻവയോൺമെന്റ് ആയിരിക്കും. ചിലപ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻ ആയിരിക്കത്തില്ല നാളെ സിറ്റുവേഷൻ ആയിരിക്കത്തില്ല, ഇപ്പൊ ഒരു 10 ദിവസം കഴിഞ്ഞ് വരുന്നത്. അപ്പം അതുപോലെ ഒരിക്കലും ഓർഗനൈസേഷനിൽ കറക്റ്റ് ആയിട്ടല്ല സിറ്റുവേഷൻസ് ബേസ് ചെയ്തിരിക്കുന്നത്, അത് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ആരെങ്കിലും വിചാരിച്ചു ഇപ്പം ഇങ്ങനെ ഒരു അസുഖം വരുമെന്നും ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ബിസിനസ് എല്ലാം സ്റ്റോപ്പ് ആയി നിൽക്കുമെന്നും ആരും പ്രതീക്ഷയില്ല. അതാണ് പറയുന്നത് ഡൈനാമിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ ഈ പ്രിൻസിപ്പിൾ കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപയോഗം എന്ന് വെച്ചാൽ ഈ പ്രിൻസിപ്പിൾസ് നമ്മൾ ഈ ഡൈനാമിക് എൻവയോൺമെന്റ്, ചേഞ്ചിങ് എൻവയോൺമെന്റുമായിട്ട് സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ സഹായിക്കുന്നു. അതായത് ഈ പ്രിൻസിപ്പിൾസ് നമുക്ക് മോഡിഫൈ ചെയ്ത് അതിന് നമ്മുടെ ഓർഗനൈസേഷന്റെ ബെനിഫിറ്റ്സിനനുസരിച്ച് നമുക്ക് മോഡിഫൈ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷന്റെ ചേഞ്ചിങ് എൻവയോൺമെന്റുമായിട്ട് ഈ ചേഞ്ചിങ് എൻവയോൺമെന്റിനെ മീറ്റ് ചെയ്ത് ഓർഗനൈസേഷന്റെ ബെസ്റ്റ് പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ നമുക്ക് ഈ പ്രിൻസിപ്പിൾ കൊണ്ട് ഈ പ്രിൻസിപ്പിൾ നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പിൾ നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷന്റെ എല്ലാവിധമായിട്ടുള്ള ചേഞ്ചിങ് എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റബിൾ ആണ്. ഇങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് നമ്മൾ ഡെസിഷൻസ് മേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഡെസിഷൻസ് കൊണ്ട് ഓർഗനൈസേഷന്റെ ബെറ്റർ വർക്കിങ്ങിനും അതിനോട് ബെറ്റർ പ്രൊഡക്ഷനും നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂടാനും നമ്മളെ സഹായിക്കുന്നു. അതാണ് നമ്മൾ ഈ പോയിന്റിലൂടെ പറയുന്നത് മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെന്റ് റിക്വയർമെന്റ്സ്. ഓർഗനൈസേഷന്റെ എൻവയോൺമെന്റൽ റിക്വയർമെന്റ്സിനെ ചേഞ്ച് ചെയ്യുന്ന എൻവയോൺമെന്റൽ റിക്വയർമെന്റ്സിനെ മീറ്റ് ചെയ്യാൻ നമ്മുടെ ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് കൊണ്ട് സഹായിക്കുന്നു. നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ് ആണ് ഫുൾഫിൽമെന്റ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് സൊസൈറ്റിയോട് നമുക്കറിയാം നമ്മുടെ ഓർഗനൈസേഷൻ എപ്പോഴും വർക്ക് ചെയ്യുന്നത് സൊസൈറ്റിയെ ബേസ് ചെയ്താണ്. ഞാനിപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഓർഗനൈസേഷൻ ആണ് നടത്തുന്നതെങ്കിൽ ആ പ്രൊഡക്ഷൻ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് അതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് ചെല്ലുന്നത് എങ്ങോട്ടാണ്? സൊസൈറ്റിയിലേക്കാണ്. അപ്പോൾ എന്റെ ഓർഗനൈസേഷൻ സൊസൈറ്റിക്ക് വേണ്ടി കുറച്ച് സൊസൈറ്റിയോട് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതുപോലുള്ള അതായത് ഈ പ്രിൻസിപ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഓർഗനൈസേഷനിലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വർദ്ധിക്കുന്നു. അതായത് നമ്മുടെ സൊസൈറ്റിയുടെ ഡിമാൻഡ് സെർവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ സൊസൈറ്റിയുമായിട്ടുള്ള ഒരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അതെങ്ങനെയാണ് സഹായിക്കുന്നത്? നമ്മൾ ഈ പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കും കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബെറ്റർ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് എന്താണ് നമ്മുടെ സൊസൈറ്റിയോട് നല്ല റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഒരു സൊസൈറ്റിയോട് മാത്രമല്ല ഓർഗനൈസേഷനോടും കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതായത് നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള കുറച്ച് റെസ്പോൺസിബിലിറ്റീസ്, അതായത് നമ്മുടെ എംപ്ലോയീസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, നമ്മുടെ എംപ്ലോയീസിനെ പാർഷ്വാലിറ്റി, അതായത് എല്ലാവരെയും ഒരേപോലെ തന്നെ ട്രീറ്റ് ചെയ്യുക. ഇപ്പം ചില ഓർഗനൈസേഷൻസിൽ ചിലപ്പോൾ ചില എംപ്ലോയീസിന് മാനേജേഴ്സിന് അറിയാവുന്ന എംപ്ലോയീസിനെ കുറച്ച് നല്ലതായിട്ടും മാനേജറിന് അറിയാത്ത എംപ്ലോയീസിന് ഒരുപാട് ജോലി കൊടുത്ത് അങ്ങനെയൊക്കെ ചില ഓർഗനൈസേഷനിൽ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയൊന്നും ഇല്ലാതെ ഈ പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഓർഗനൈസേഷനിലോട്ടുള്ള എംപ്ലോയീസിനെ എല്ലാം കറക്റ്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാനും അതിനോടുകൂടി ഓർഗനൈസേഷനിൽ ഒരു ഗുഡ് വില്ല് പ്രൊവൈഡ് ചെയ്യാനും ഒരു കറക്റ്റ് ആംബിയൻസ് വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നു. അതാണ് ആ പോയിന്റ് പറയുന്നത് ഫുൾഫിൽമെന്റ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. സിഗ്നിഫിക്കൻസിലെ ഏറ്റവും അവസാനത്തെ പോയിന്റ് ആണ് മാനേജ്മെന്റ് ട്രെയിനിങ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് മാനേജ്മെന്റ് എന്തായിട്ട് നമ്മൾ പറഞ്ഞു ഈ പ്രിൻസിപ്പിൾ എല്ലാം ഇവോൾവ് ചെയ്തിരിക്കുന്ന എക്സ്പീരിയൻസിന്റെയും അങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം ബേസിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഈ മാനേജേഴ്സിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവർക്ക് ഫർദർ റിസർച്ചുകൾ നടത്താനുള്ള ഒരു എഡ്യൂക്കേഷണൽ ബ്രിഡ്ജ് ലൈൻ ആയിട്ട് അവർ ആക്ട് ചെയ്യുന്നു. ഈ പ്രിൻസിപ്പിൾസ് ആക്ട് ചെയ്യുന്നു. ഇതിലൂടെ പോയി ഇത് യൂസ് ചെയ്യുന്ന ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യുന്ന വഴി
ഓർഗനൈസേഷനിലെ ഒരു മാനേജറിന് അവരുടെ പ്രോബ്ലംസ് കറക്റ്റ് ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്യാനും കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാനും അവരുടെ ഡിസിഷൻസ് പ്രോപ്പർ ആയിട്ട് മേക്ക് ചെയ്യാൻ സഹായിക്കുന്നു. ഇത് എന്തിനും ഹെൽപ്പ് ചെയ്യുന്നു? ആ മാനേജേഴ്സിന്റെ എക്സ്പീരിയൻസ് ഇൻക്രീസ് ചെയ്യാനും അവരുടെ ആ ഒരു സിറ്റുവേഷനോടുള്ള എക്സ്പീരിയൻസ് ഇൻക്രീസ് ചെയ്യാനും അവരുടെ ഓവറോൾ ഡെവലപ്മെന്റിനും സഹായിക്കുന്നു. അതാണ് ആ പോയിന്റ് പറയുന്നത്, മാനേജ്മെന്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്, സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. എന്തൊക്കെയാണ് സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിലെ പോയിന്റുകൾ? ഒന്ന്, പ്രൊവൈഡ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ്സ്. രണ്ട്, ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ഇഫക്റ്റീവ് മാനേജ്മെന്റ്. മൂന്ന്, സയന്റിഫിക് ഡിസിഷൻസ്. നാല്, മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെന്റ്. അഞ്ച്, ഫുൾഫിൽമെന്റ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. അവസാനത്തെ പോയിന്റ് ആണ് മാനേജ്മെന്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മൾ ഇപ്പോ ഇത്രയും നേരം പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മൾ ഇത്ര നേരം പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പഠിച്ചു. അതിന്റെ രണ്ട് ഡെഫിനിഷൻസ് പഠിച്ചു. അതായത് ഹെർബർട്ട് ജി ഹിക്സിന്റെയും ഗുഡ്സ് ആൻഡ് ഓണറൽസിന്റെയും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിനെ കുറിച്ചുള്ള രണ്ട് ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചു. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നേച്ചർ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ നേച്ചർ, അതിന്റെ പൊതു സ്വഭാവം എന്തൊക്കെയാണ്, അതാണ് തന്നെ ഒരു ഓർഗനൈസേഷനിൽ ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യകത എന്തൊക്കെയാണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളാണ്, ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിച്ചത്. ഇന്ന് ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഈ പഠിപ്പിച്ച കാര്യങ്ങളോടുകൂടി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല എങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തൊട്ടനുഭവം തന്നെ ലഭിക്കാനായി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന കമന്റ് ബോക്സിൽ, താഴെ കാണുന്ന കമന്റ് ബോക്സിൽ അത് മെൻഷൻ ചെയ്യുക. കൂടാതെ ഞങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത ഒരു വീഡിയോ, അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി.